നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഫേസ്ബുക്കിനകത്ത് നമ്മൾ ഒരുപാട് വീഡിയോകൾ റീൽസുകൾ കാണാറുണ്ട്, വീഡിയോകൾ കാണാറുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞൊരു റീൽസ് അല്ലെങ്കിൽ വീഡിയോസ് നമുക്കത് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഏതൊക്കെ നമ്മൾ കണ്ടുപോയ വീഡിയോസുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നല്ലാതെ നമുക്ക് ആ വീഡിയോസുകൾ വീണ്ടും പ്ലേ ചെയ്ത് നോക്കാനുള്ള സൗകര്യമില്ലായിരുന്നു. പുതിയ അപ്ഡേറ്റിൽ ഒരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ റീൽസുകളൊക്കെ അവിടെ ഉണ്ടാകും. അത് വെച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറഞ്ഞ ഭാഗം കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ പൂർണ്ണമായിട്ട് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നമ്മൾ ഒരു വീഡിയോക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് ഫീച്ചറുകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ഇപ്പം ഞാനിവിടെ ആ ഒരു മെത്തേഡ് കാണിക്കുന്നതിന് മുന്നേ നമുക്ക് റീൽസുകൾ അല്ലെങ്കിൽ വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞ വീഡിയോസുകളൊക്കെ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ അത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് 2-3 ഫീച്ചറുകൾ ഞാൻ കാണിച്ചുതരാം. ചെറിയ ഫീച്ചറുകളാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റീൽസുകളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ കാണുന്നില്ലെങ്കിൽ ഇനി ഞാൻ അവസാനം പറയുന്ന ഫീച്ചറാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫീച്ചർ, നമ്മൾ ഏത് വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ആ വീഡിയോ, ഇപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആണ് എനിക്ക് കാണേണ്ടതെങ്കിൽ ഇവിടെ ഒരു ഷെയർ ബട്ടൺ കാണും. ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ നൗ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ഫീഡ്സിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ആ മെസ്സേജൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാളിലിരുന്നുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് സാധാരണ അറിയുന്ന മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ്, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇതുപോലെ ക്ലിക്ക് ചെയ്തു. ഈ വീഡിയോ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ഭാഗത്ത് ഒരു സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാ ഈ കാണുന്ന സേവ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് സേവ്ഡ് എന്ന് കാണുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഫേവറേറ്റ് എന്ന് കാണുന്ന ഭാഗത്തോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സേവ് ആകും. പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗത്ത് സേവ് ഫോൾഡറിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ താഴെ നമ്മൾ ഏതെങ്കിലും ഒരു റീൽസ് വീഡിയോ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വലതു ഭാഗത്ത് ഇതുപോലെ 3 ഡോട്ട് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെയും കാണാൻ നിങ്ങൾക്ക് സേവ് റീൽസ് എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ 3 മെത്തേഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. എന്നാൽ ഇനി പറയുന്ന മെത്തേഡ് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾ എവിടെയും സേവ് ചെയ്യേണ്ട, എവിടേക്കും ഷെയർ ചെയ്യേണ്ട, നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് തന്നെ ആ വീഡിയോസുകളൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു വീഡിയോയുടെ റീൽസിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. ഞാൻ ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റീൽസിൻ്റെ ചിഹ്നം നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്കിൻ്റെ മുകളിലുണ്ടാവും. ഈ റീൽസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഈ റീൽസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ വീഡിയോസുകളൊക്കെ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെ റീൽസ് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം നമ്മുടെ പ്രൊഫൈൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണാം. നമ്മുടെ പ്രൊഫൈലിൻ്റെ നേരെ താഴെ ഒരു പ്രൊഫൈൽ ചിഹ്നം പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നത് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. നമ്മൾ റീസെൻ്റ്ലി സേവ്ഡ് റീൽസ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ സേവ് ചെയ്ത്, അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ നിങ്ങൾ ഏതെങ്കിലും റീൽസുകൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾ ഏതൊക്കെ റീൽസുകൾക്ക് ലൈക്ക് ചെയ്തു എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഷെയർ ചെയ്ത റീൽസുകൾ ഏതൊക്കെയെന്ന് കാണാൻ സാധിക്കും. ഇവിടെയാണ് വാച്ച്ഡ് റീൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഏതൊക്കെ വീഡിയോസുകൾ കണ്ടു എന്നുള്ളത്. ഇപ്പോൾ വാച്ച്ഡ് റീൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ വാച്ച് ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിനകത്ത് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് കാണാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് സാധാരണ ഫേസ്ബുക്കിനകത്ത് നമ്മളങ്ങനെ കാണാറില്ല, നമ്മളാരും പരിചയപ്പെടുത്തിയതും കാണുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.